ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അംഗൻവാടികളിലും മത്സ്യഫീഡിലും ജില്ലാ ആയുർവേദ ആശുപത്രിയിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കുറഞ്ഞ യോഗ്യത വരുന്നത് 10ാം ക്ലാസ് ആണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം അംഗൻവാടികളിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. ആദ്യം വയനാട് ജില്ലയിൽ മാനന്തവാടി ശിശുവികസന വകുപ്പിന് കീഴിലെ കോൺവെന്റ് കുന്ന് അങ്കണവാടിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ക്രഷിലേക്ക് ക്രഷ് വർക്കർ, ക്രഷ് ഹെൽപ്പർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മാനന്തവാടി നഗരസഭയിലെ താഴെയങ്ങാടി 26 നമ്പർ ഡിവിഷനിലെ വനിതകൾക്ക് ഏപ്രിൽ 4 വരെ അപേക്ഷിക്കാവുന്നതാണ്. പ്രായപരിധി 18നും 35നും ഇടയിലാണ്. ക്രഷ് വർക്കർ തസ്തികയിലേക്ക് +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ക്രഷ് ഹെൽപ്പർ തസ്തികയിലേക്ക് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കാണ് അവസരം. അപേക്ഷകർ കുട്ടികളെ പരിചരിക്കാൻ താല്പര്യമുള്ളവരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. പേരാമ്പ്ര ICDS പരിധിയിലെ ചങ്ങരോത്ത്, കൂത്താളി എന്നീ പഞ്ചായത്തിലെ അങ്കണവാടി കം ക്രഷ് വർക്കർ, ഹെൽപ്പർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്തിലെ 12, കൂത്താളി പഞ്ചായത്തിലെ 13 വാർഡിലെ സ്ഥിര താമസക്കാരായ 18നും 35നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. +2 പാസ്സായവർക്ക് ക്രഷ് വർക്കർ തസ്തികയിലേക്കും SSLC പാസ്സായവർക്ക് ക്രഷ് ഹെൽപ്പർ തസ്തികയിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ പേരാമ്പ്ര ശിശു വികസന പദ്ധതി ഓഫീസിൽ ഏപ്രിൽ 5 വൈകിട്ട് 5 മണിക്കകം സമർപ്പിക്കേണ്ടതാണ്. അടുത്തത് മലപ്പുറം ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. മലപ്പുറം ചാപ്പനങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റി 24ാം വാർഡ് പരിധിയിലുള്ള അങ്കണവാടിയിലേക്ക് ക്രഷ് ഹെൽപ്പർ തസ്തികയിലേക്ക് നിർദ്ദിഷ്ട യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകർ കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റി 24ാം വാർഡിലെ സ്ഥിര താമസക്കാരായിരിക്കണം. പ്രായപരിധി വരുന്നത് 18നും 35നും മധ്യയാണ്. SSLC ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 5 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കൊല്ലം ജില്ലയിലെ സമഗ്ര ശിക്ഷ കേരളത്തിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകളിൽ ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ്റെയും GST അസിസ്റ്റന്റ് റോബോട്ടിക് ടെക്നീഷ്യൻ, ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ, ഡ്രോൺ സർവീസ് ടെക്നീഷ്യൻ, മൊബൈൽ ഫോൺ ഹാർഡ്വെയർ റിപ്പയർ ടെക്നീഷ്യൻ എന്നിവരുടെ ഒഴിവ് വന്നിട്ടുണ്ട്. വോക്കിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് ഏപ്രിൽ 3 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ SSK ജില്ലാ ഓഫീസിൽ വെച്ചിട്ടാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ഗവൺമെൻറ് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ആയുർവേദ ഫാർമസിസ്റ്റ്, ഫാർമസി അറ്റൻഡർ ഒഴിവിലേക്ക് HMC വഴി കരാർ നിയമനം നടത്തുന്നുണ്ട്. ആയുർവേദ ഫാർമസിസ്റ്റ് നിയമനത്തിന് അപേക്ഷിക്കുന്നവർ DME നടത്തുന്ന ആയുർവേദ ഫാർമസിസ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിരിക്കണം. അല്ലെങ്കിൽ ആരോഗ്യ സർവകലാശാല നടത്തുന്ന B.Pharm പാസ്സായിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. 10ാം ക്ലാസ് പാസ്സായ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് ഫാർമസി അറ്റൻഡർ ഒഴിവിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആയുർവേദ ഔഷധ ഷോപ്പുകളിൽ പ്രവർത്തിച്ചിട്ടുള്ള പരിചയവും ഉണ്ടായിരിക്കണം. ഏപ്രിൽ 5 ഉച്ചയ്ക്ക് 12 മണിക്ക് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ അഭിമുഖത്തിന് ഹാജരാവേണ്ടതാണ്. 5 രൂപ കോഡ് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ച് ക്രോസ് ചെയ്ത അപേക്ഷയോടൊപ്പം അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതമാണ് അഭിമുഖത്തിന് ഹാജരാവേണ്ടത്. പ്രായപരിധി 40 വയസ്സ് വരെയാണ്. വയസ്സ് തെളിയിക്കുന്ന രേഖ ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മത്സ്യഫെഡിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലാ ഓഫീസിന് കീഴിലെ വിഴിഞ്ഞം OBM സർവീസ് സെന്ററിൽ നിലവിലുള്ള ഒരു ഒഴിവിൽ മെക്കാനിക്കിനെ നിയമിക്കുന്നതിന് യോഗ്യതയും തൊഴിൽ പരിചയമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ITI ഫിറ്റർ, ഇലക്ട്രിക്കൽ മെഷീനിസ്റ്റ് എന്നീ ട്രേഡുകളിൽ യോഗ്യതയുള്ളവരും OBM സർവീസിംഗിൽ കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയവും നിർദ്ദിഷ്ട വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തവർ ആണെങ്കിൽ OBM സർവീസിംഗിൽ കുറഞ്ഞത് 10 വർഷത്തെ പ്രവൃത്തി പരിചയവും ഹൈഡ്രോളിക് പ്രസിംഗ് മെഷീൻ ഉപയോഗിച്ച് എഞ്ചിൻ്റെ ക്രാങ്ക് സെറ്റ് ചെയ്യുന്നതിനുള്ള പ്രാവീണ്യം എന്നിവയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഉദ്യോഗാർത്ഥികൾ അപേക്ഷകൾ അസൽ രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഏപ്രിൽ 10 വൈകിട്ട് 4 മണിക്ക് മുമ്പായി മത്സ്യഫെഡിൻ്റെ തിരുവനന്തപുരം ജില്ലാ ഓഫീസിൽ ജില്ലാ മാനേജർക്ക് നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ അയക്കേണ്ട വിലാസം: ജില്ലാ മാനേജർ, മത്സ്യഫെഡ് ജില്ലാ ഓഫീസ്, മത്സ്യഫെഡ് നെറ്റ് ഫാക്ടറി ബിൽഡിംഗ്, മുട്ടത്തറ, വള്ളക്കടവ് PO, തിരുവനന്തപുരം 695008. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ജാപ്പനീസ് എൻഫോർ സർട്ടിഫിക്കേഷനുള്ള BTech ബിരുദധാരികൾക്ക് മുൻനിര മൾട്ടിനാഷണൽ കമ്പനികളിൽ തൊഴിൽ അവസരങ്ങളുമായി അസം കേരള വന്നിട്ടുണ്ട്. BTech 2023-24, 2024-25 അധ്യയന വർഷങ്ങളിൽ പഠനം പൂർത്തിയാക്കിയവർക്ക് അപേക്ഷിക്കാവുന്നതാണ്.
താല്പര്യമുള്ളവർ ഇവിടെ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ഏപ്രിൽ 3 രാവിലെ 11 മണിക്ക് മുമ്പ് അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.